സൊമാറ്റോസെൻസറി കോർട്ടെക്സ്. ഈ പിക്ചറിൽ കാണുന്നത് ഹ്യൂമൻ സെറിബ്രൽ കോർട്ടെക്സിന്റെ മാപ്പാണ്. ആൻഡ് അവരുടെ സ്ട്രക്ചറൽ ഓരോ ഏരിയയുടെയും സ്ട്രക്ചറൽ ഡിഫറൻസസ് വെച്ചിട്ട് ഹ്യൂമൻ സെറിബ്രൽ കോർട്ടെക്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു അബൌട്ട് 50 ഡിസ്റ്റിങ്ക്റ്റ് ഏരിയാസ്. ആ ഡിസ്റ്റിങ്ക്റ്റ് ഏരിയാസിന്റെ പേരാണ് ബ്രോഡ്മാൻസ് ഏരിയാസ്. സോ ഈ നമ്പർ വെച്ചിട്ടാണ് ന്യൂറോ ഫിസിയോളജിസ്റ്റും അതേപോലെ ന്യൂറോളജിസ്റ്റും ഹ്യൂമൻ സെറിബ്രൽ കോർട്ടെക്സിന്റെ ഓരോ ഫങ്ഷണൽ ഏരിയാസും ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ ഈ സെന്ററിൽ കൂടെ പോകുന്നതാണ് ലാർജ് സെൻട്രൽ ഫിഷർ, ഓൾസോ കോൾഡ് സെൻട്രൽ സൾക്കസ്. ബ്രെയിനോട് ഹൊറിസോണ്ടലി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന ഫിഷറാണ് സെൻട്രൽ ഫിഷർ. എല്ലാ മൊഡാലിറ്റീസ് ഓഫ് സെൻസേഷൻ്റെയും സെൻസറി സിഗ്നൽസ് വന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത് ഈ സെൻട്രൽ ഫിഷറിന് പോസ്റ്റീരിയർ ആയിട്ടാണ്. ദെൻ ബ്രെയിനിന്റെ ഈ ഒരു പാർട്ടാണ് പെരൈറ്റൽ ലോബ്. പെരൈറ്റൽ ലോബ്സിന് ആൻറ്റീരിയർ ഹാഫും ഉണ്ട്, പോസ്റ്റീരിയർ ഹാഫും ഉണ്ട്. Anterior half of the parietal lobe is mainly concerned with the reception and interpretation of somatosensory signals. Somatosensory signals receive ചെയ്തിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളതാണ് anterior half of parietal lobeന്റെ function. But the posterior half of the parietal lobe provides still higher levels of interpretation. Somatosensory signalsന്റെ തന്നെ ഒന്നുകൂടെ higher levels of interpretation ചെയ്യുന്നത് posterior half of the parietal lobes ആണ്. And ഈ കാണുന്നതാണ് occipital lobes. Visual signals terminate in the occipital lobe and auditory signals in the temporal lobes. Then central fissure-ന്റെ anterior portion-ഉം then frontal lobe-ന്റെ posterior half-ഉം constitute ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് motor cortex. So motor cortex is an area of the cerebral cortex anterior to the central fissure and constituting the posterior half of the frontal lobe. Motor cortex in the main function, control of muscle contractions and body movements. So motor cortex in the control എന്ന് പറയുന്നത് ബ്രെയിനിലുള്ള ബാക്കി സെൻസറി ഏരിയാസിൽ നിന്ന് വരുന്ന സെൻസറി സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ അങ്ങനെ ബാക്കി സെൻസറി ഏരിയാസിൽ നിന്നുള്ള സെൻസറി സിഗ്നൽസ് മോട്ടോർ കോർട്ടെക്സ് റിസീവ് ചെയ്യും. ആൻഡ് നമ്മുടെ ബോഡി പാർട്സിൻ്റെ പൊസിഷനും മോഷൻസും ഒക്കെ എപ്പോഴും മോട്ടോർ കോർട്ടെക്സിന് അറിയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, there are two separate sensory areas in the anterior parietal lobe. Anterior parietal lobeലുള്ള രണ്ട് സെപ്പറേറ്റ് സെൻസറി ഏരിയാസ് ആണ് സൊമാറ്റോസെൻസറി ഏരിയ 1 ആൻഡ് സൊമാറ്റോസെൻസറി ഏരിയ 2. സൊമാറ്റോസെൻസറി ഏരിയ 1 ആണ് സൊമാറ്റോസെൻസറി ഏരിയ 2വിനേക്കാളും മോർ എക്സ്റ്റെൻസീവ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സൊമാറ്റോസെൻസറി കോർട്ടെക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ അത് മീൻ ചെയ്യുന്നത് മെയിൻലി സൊമാറ്റോസെൻസറി ഏരിയ 1 ആണ്, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ സൊമാറ്റോസെൻസറി ഏരിയ 2. സൊമാറ്റോസെൻസറി ഏരിയയ്ക്ക് ഹൈ ഡിഗ്രി ഓഫ് ലോക്കലൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക ഓഫ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ലൈക്ക് തൈ, thorax, neck, shoulder, hands, fingers, tongue and abdomen. By contrast, localization is poor in somatosensory area 2. ഇവിടെ arm, leg, face അവരെ മാത്രമേ സൊമാറ്റിക് സെൻസറി ഏരിയ 2 ഇൻവോൾവ് ആയിട്ടുള്ളൂ. ആൻഡ് സൊമാറ്റോസെൻസറി ഏരിയ 2വിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നോൺ ആയിട്ടുള്ളൂ. ആൻഡ് ദ സിഗ്നൽസ് ദാറ്റ് എൻറ്റേഴ്സ് ദിസ് സൊമാറ്റോസെൻസറി ഏരിയ 2 from the brainstem transmitted upward from both sides of the body. സൊമാറ്റോസെൻസറി ഏരിയയിലേക്ക് പ്രൈമറി ആയിട്ട് സെൻസറി സിഗ്നൽസ് കൊടുക്കുന്നത് ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നാണ്. ആൻഡ് സെക്കൻഡറിലി ദിസ് സൊമാറ്റോസെൻസറി ഏരിയ 2 റിസീവ് സിഗ്നൽസ് ഫ്രം സൊമാറ്റോസെൻസറി ഏരിയ 1 ആസ് വെൽ ആസ് ഫ്രം അതർ സെൻസറി ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ. വിഷ്വൽ ഏരിയാസിൽ നിന്നും ഓഡിറ്ററി ഏരിയാസിൽ നിന്നും സിഗ്നൽസ് റിസീവ് ചെയ്യുന്നുണ്ട് സൊമാറ്റോസെൻസറി ഏരിയ 2. സോ സൊമാറ്റോസെൻസറി ഏരിയ 1ൽ നിന്നുള്ള പ്രൊജക്ഷൻസ് റിക്വയർഡ് ആണ് സൊമാറ്റോസെൻസറി ഏരിയ 2വിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. ബട്ട് സൊമാറ്റോസെൻസറി ഏരിയ 2വിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സൊമാറ്റോസെൻസറി ഏരിയ 2വിൻ്റെ ഏതെങ്കിലും പാർട്സ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൊമാറ്റോസെൻസറി ഏരിയ 1ലുള്ള ന്യൂറോൺസിന് എഫക്റ്റ് ചെയ്യുന്നില്ല.
അതുകൊണ്ട് തന്നെ സൊമാറ്റിക് സെൻസേഷൻ്റെ മേജർ ഫങ്ഷൻസും ചെയ്യുന്നത് സൊമാറ്റോ സെൻസറി ഏരിയ 1 ആണ്.